നമസ്കാരം. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെയും ഇന്ത്യയുടെ സുരക്ഷയ്ക്കെതിരെയും ഇന്ത്യയുടെ അഭിമാനത്തിനെതിരെയും ആര് ശബ്ദമുയർത്തിയാലും അത് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട്. അത് രാജ്യദ്രോഹ കുറ്റമായി നമ്മൾ കരുതേണ്ടതുണ്ട്. ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങുന്ന ഏത് ശക്തികൾക്കെതിരെ ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ ഒരു കേസ് എടുത്തിരിക്കുകയാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ. അവിടുത്തെ BJP നേതാവ് കൊടുത്ത ഒരു പരാതി പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. എന്നാൽ ആദ്യം തന്നെ നമുക്ക് അഖിൽ മാരാർ പോസ്റ്റ് ചെയ്ത വീഡിയോ ഒന്ന് കാണാം. ഞാനും നേരത്തെ അഖിൽ മാരാരെ വീഡിയോ കണ്ട് എൻ്റേതായ പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ ഒരിക്കലും ഇന്ത്യക്കെതിരെയല്ല, ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെയല്ല, ഇന്ത്യൻ സൈനികർക്കെതിരെയല്ല, ഇന്ത്യൻ സൈനികർ നടത്തിയ ധീരമായ പോരാട്ടത്തെക്കുറിച്ച് പ്രകീർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില വിയോജിപ്പുകൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഇടപെടലാണ്. അമേരിക്ക ആരാണ് ഇന്ത്യയെ പറ്റി പറയാൻ, ഇന്ത്യയുടെ പരമാധികാരത്തിൽ കൈകടത്താൻ? ഇതാണ് ചോദ്യം. ആ ചോദ്യം തന്നെയാണ് നമ്മുടെ അഖിൽ മാരാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി നമുക്ക് എന്തായാലും ഇങ്ങനെ കേസെടുത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് കൂലങ്കൂഷമായി പരിശോധിക്കാം. എവിടെയെങ്കിലും അദ്ദേഹം രാജ്യത്തിനെതിരായിട്ടോ രാജ്യദ്രോഹപരമായിട്ടോ ഈ നാടിൻ്റെ നിലനിൽപ്പിനെതിരായിട്ടോ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, നമസ്കാരം. എന്നും എൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാരതം എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ രാജ്യത്തിനും എൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഖ്യവിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു. അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല. അതായത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഭാരതത്തെ സ്നേഹിക്കുന്നു, ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അതിനെ ഞാൻ അതിനെ എതിർക്കും, ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെ ആരെങ്കിലും തൊട്ടാൽ അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയാവുന്ന രീതിയിൽ വളർന്നിട്ടുള്ള സംഭവത്തിൽ ഒരു നിമിഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്, ഞങ്ങൾ ഇടപെട്ടിട്ട് ഈ യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ട്വീറ്റ് ചെയ്ത ശേഷമാണ് ആദ്യം പാകിസ്ഥാനും പിന്നീട് ഇന്ത്യയും വെടിനിർത്തൽ വന്നു എന്ന് പറയുന്നത്. അതായത് ഇത് അമേരിക്കയ്ക്ക് എങ്ങനെ കിട്ടി, അമേരിക്കൻ പ്രസിഡന്റിന് എങ്ങനെ കിട്ടി? അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തീർത്ത് മുഖത്തടിച്ചുകൊണ്ട് പറയണം, നിങ്ങളുടെ ഔദാര്യം വേണ്ട ട്രംപേ, ഞങ്ങൾക്കറിയാം ഇത് തീർക്കാൻ. പകരം ഇന്നേ വരെ ട്രംപിനെതിരെ ഒരക്ഷരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ അഖിൽ മാരാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ദേശസ്നേഹത്തിനെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തിനെതിരെയോ ദേശസ്നേഹം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിനെതിരെ ഒരു വാക്ക് പോലും ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം കമ്പയർ ചെയ്യുകയാണ് നരേന്ദ്രമോദിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള കമ്പാരിസൺ. അതൊന്ന് കേൾക്കാം. അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ്. ആരുമില്ലാതിരുന്നൊരു സമയത്ത്, അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത്
വരൂ ഞങ്ങൾ അവിടെ അറബിക്കടലിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം. അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി. ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത, പിന്നീട് റഷ്യ പിന്തുണച്ചോ ഇല്ലയെന്നുള്ളതല്ല, നമ്മുടെ അടുത്തേക്ക് ആര് പിന്തുണ ഉണ്ടാവത്തില്ലോ നോക്കിയിട്ടല്ലോ തീരുമാനമെടുത്തത്. തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു, ഉറിയിലും പത്താംകൂട്ടിലും. അതായത് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുടെ കാര്യത്തിൽ അവിഹിതമായി ഇടപെട്ട് സ്വയം പ്രഖ്യാപിച്ച് അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഇങ്ങനെ യുദ്ധം തീർന്നത് എന്ന് പറഞ്ഞ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല എന്ന് ഇന്ത്യ പറയുമ്പോഴും ട്രംപിനെ മുഖത്ത് നോക്കി ട്രംപെ നിങ്ങളിതിൽ ഇടപെടേണ്ട എന്ന് പറയാൻ ഇതുവരെ മോദി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അഖിൽ മാരാർ ക്ലിയറായി പറയുന്നൊരു കാര്യം. എങ്ങനെയാണ് വെടിനിർത്തലുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇതിൽ ഇടപെടേണ്ട, പകരം മൂന്നാം ശക്തികൾ ഇടപെടേണ്ട എന്നാണ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ 1971 ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട്, അമേരിക്ക പറഞ്ഞു ഞങ്ങൾ കപ്പൽപ്പടയെ അങ്ങോട്ട് അയക്കാൻ പോകണ, യുദ്ധം നിർത്തിക്കോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വരവേൽക്കുകയാണ്, നിങ്ങളിവിടെ നിന്ന് മടങ്ങിപ്പോവില്ല എന്ന് തൻ്റെ പൂർവ്വം പറഞ്ഞ ഇന്ദിരാഗാന്ധിയുമായി കമ്പയർ ചെയ്യുമ്പോൾ മോദി ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ ഒന്നുമല്ല എന്നാണ് കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. അത് ദേശസ്നേഹത്തിനെതിരല്ല. മോദിയും അതേപോലെ ട്രംപിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കണം. അതാണ് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു, ഉറിയിലും പത്താംകൂട്ടിലും. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം. ഇന്ത്യ പോലൊരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനിയൊരു യുദ്ധം ചെയ്യണോ വേണ്ടയോ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തൊടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് വേണം എടുക്കാൻ. പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അവൻ ഒരു രീതിയിലും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവൻ സൈനികരെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ, നിരാരംഭരായ നിരായുധരായ സാധാരണ മനുഷ്യരെ, ടൂറിസത്തിന് പോയ ഒന്നും അറിയാതെ ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ ഒരു മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ജീവനും സ്വത്തിനും ഇന്ത്യൻ സർക്കാർ സംരക്ഷണം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ വിനോദത്തിന് വേണ്ടി പോയ 27 പാവങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് കൊന്നു. ഇത് പാകിസ്ഥാനാണോ ഭീകരവാദികളാണോ എന്നുള്ളത് അടുത്ത കാര്യം. വെടിവെച്ച് കൊന്നത് ഭീകരവാദികളാണ്. നമ്മൾ അവരെ തിരിച്ച് 14 ദിവസങ്ങൾക്ക് ശേഷം അറ്റാക്ക് ചെയ്തു. 14 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഭീകരവാദികളെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തീരുമാനിക്കാം? പാകിസ്ഥാൻ ഇങ്ങനെ പറയുകയാണ്, ഇന്ത്യയിലെ 27 സാധാരണക്കാരായ പൗരന്മാർ മരിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഈ രാജ്യത്ത് ഞങ്ങളുടെ പിന്തുണയില്ലാതെ ഈ രാജ്യത്ത് ചില ഭീകരവാദികൾ ചെയ്ത പ്രവർത്തനത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പാകിസ്ഥാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്തതെന്ന് മാത്രമല്ല, പാകിസ്ഥാനുമായി സൗഹൃദത്തിൽ പോകണം. കാര്യം അവർ ഭീകരവാദികളെ തള്ളി പറയുകയാണെങ്കിൽ. പക്ഷേ എന്താ സംഭവിച്ചത്? ഇന്ത്യ ഭീകരവാദികളെ കൊന്നൊടുക്കി. ഈ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്ക് അവർ നൽകിയ ആദരവ്, ആ രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ, ആ രാജ്യത്തിന്റെ പട്ടാള മേധാവിമാർ ഉൾപ്പെടെ, ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ വന്നിരുന്നിട്ട് വലിയ ആദരവ് നൽകി ഈ ഭീകരവാദികളെ യാത്രയച്ചു. അവർ ഈ ഭീകരവാദികളെ ഇന്ത്യ കൊന്നപ്പം പേടിച്ചോ? ഇന്ത്യ ഇവർ പേടിച്ചെന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ 15 പേരെ രാത്രിക്ക് രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും? വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോൾ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രിക്ക് രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. അതായത് നേരത്തെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള, പാകിസ്ഥാൻ നടത്തിയുള്ള ആക്രമണങ്ങൾക്ക് പകരമായിട്ട് ഇന്ത്യ നേരത്തെ പത്താൻകോട്ടിലും മറ്റും നടത്തിയ ആക്രമണങ്ങൾ, അതിൽ പാകിസ്ഥാൻ പേടിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇന്ത്യയിൽ വന്ന് ഇത്തരത്തിൽ ഭീകരർ വന്ന് ഇന്ത്യയെ ആക്രമിച്ചതെന്നും നിരപരാധികളായ 27 പേർ കൊന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഈ കൊന്ന ശേഷം
ഇന്ത്യ നടത്തിയിട്ടുള്ള 9 ഭീകര താവളങ്ങളിൽ നടത്തിയിട്ടുള്ള അറ്റാക്കിൽ കൊല്ലപ്പെട്ടവർക്ക് സൈനിക ബഹുമതിയോട് കൂടിയിട്ടാണ് എന്ത് കൊടുത്തത്, അവർ സംസ്കാരങ്ങൾ നടത്തിയത്. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ്റെ ഔദ്യോഗികമായ അറിവോട് കൂടിയിട്ടാണ് ഭീകരർ ഇവിടെ ആക്രമിച്ച് നിരപരാധികളായ 27 പേരെ കൊന്നത് എന്ന് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം അതിന് ശേഷം ഇത് കഴിഞ്ഞ ശേഷം പാകിസ്ഥാൻ നിരപരാധികളായ 27 വരെ ഷെല്ല് വർഷിച്ചൊക്കെ കൊല്ലുകയുണ്ടായി. അതിനർത്ഥം നരേന്ദ്രമോദിയെ ഇന്ത്യയും അവർ പേടിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാണ് ഈ പറയുന്ന അഖിൽ മാരാർ കൃത്യമായി പറയുന്നത്. അതായത് ഇന്ത്യ അങ്ങോട്ട് അടിച്ചിട്ടും യാതൊരു മടിയുമില്ലാതെ ഇങ്ങോട്ട് ഒരു പേടിയുമില്ലാതെ നടത്തുന്ന പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ നരേന്ദ്രമോദിയെ പേടിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഇത് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കണം, ഇത് ആദ്യഘട്ടത്തിൽ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഭീകര മേഖലകൾ ആക്രമിക്കുകയും തുടർന്ന് ഇന്ത്യയിൽ ഷെല്ലാക്രമണങ്ങളും മിസൈലുകളും അതേപോലെ ഡ്രോണുകളും വർഷിച്ചുകൊണ്ട് ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ അതിനുശേഷം കൃത്യമായിട്ട് അമേരിക്ക ഇടപെട്ടിട്ടെന്ന് പറഞ്ഞു, നിർത്തിക്കോ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് മാരാർ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാൻ ഈ നടപടികളിലൊന്നും പഠിച്ചിട്ടില്ല, അവരിപ്പോഴും ഇന്ത്യക്കെതിരെ തിരികെയാണ്, നരേന്ദ്രമോദിയെ പേടിക്കുന്നില്ല എന്നാണ് ഈ അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബാക്കി ഭാഗം കേൾക്കാം. 55 ഇഞ്ച് നെഞ്ചളവെന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല. ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി പവർഫുൾ ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല. അവൻ ഭയപ്പെടണമെങ്കിൽ, അവൻ ആ ഭയം ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ എതിർ രാജ്യം, നമ്മളെ ഇല്ലാതാക്കി നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര പവർഫുൾ ആയിരിക്കണം. നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു, അവൻ വീണ്ടും ഇവിടെ വന്ന് 15 സാധാരണക്കാരനെ കൊന്നു. അവിടം കൊണ്ട് അവൻ നിർത്തിയോ? അവൻ അവിടം കൊണ്ട് നിർത്തിയില്ല. അവൻ വീണ്ടും ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യ IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു. സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് IPL പോലൊരു വലിയ മഹാമേള, വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരെ പേടിച്ചു? നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു. നമ്മൾ പാകിസ്ഥാനെ പേടിച്ചിട്ട് ഇവിടെ IPL നമ്മൾ നിർത്തിവെച്ചു. അവന്റെ പരിപാടി അവൻ അവിടെ അവസാനിപ്പിച്ചോ? ഇല്ല. അവൻ വീണ്ടും വന്നു. അവൻ വീണ്ടും ഷെല്ലാക്രമണം നടത്തി. അതിർത്തിയിൽ ജീവിക്കുന്ന നല്ലൊരു ശതമാനം സാധാരണക്കാരൻ അവന്റെ സ്വത്ത് ഉപേക്ഷിച്ച്, അവന്റെ ആവാസ വ്യവസ്ഥിതി ഉപേക്ഷിച്ച് അവൻ നാട് വിട്ട് വല്ല പ്രദേശത്തേക്കും പോയി. അവിടെ വീണ്ടും ഒരു ജവാൻ ഉൾപ്പെടെ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ വീണ്ടും ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ഒരു രാജ്യം ഇന്ത്യക്കെതിരെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇന്ന് രാവിലെ നിങ്ങൾ മനോരമയുടെ വാർത്ത ശ്രദ്ധിക്കൂ. ആ മനോരമയുടെ വാർത്താ ലേഖകന്റെ തൊട്ട് ബാക്കിൽ ഷെല്ല് വന്ന് വീഴുന്ന പൊട്ടുന്ന ശബ്ദം ലൈവായിട്ട് നടക്കുകയാണ്. ഇത് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പല പ്രദേശത്തും നമ്മൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു, നമ്മൾ സൈറൺ മുഴക്കിക്കൊണ്ടേയിരുന്നു. അപ്പം നിരന്തരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇവൻ ഇന്ത്യ പേടിച്ചിട്ടെന്നാണോ? നിങ്ങൾ ഒരു നിമിഷം ഒരു കോമൺ സെൻസോട് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു വലിയ ആളെ പവർഫുൾ ആണെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ അവനെ അടിക്കില്ല. നമ്മൾ ഒരിക്കലും അവനെ അടിക്കാനേ തീരുമാനം എടുക്കത്തില്ല. അപ്പൊ ഇവിടെ ഇന്ന് രാവിലെ കഴിഞ്ഞ സമയത്ത് വാർത്തകൾ വരുന്നു, അമേരിക്ക ഇടപെടുന്നു, ട്രംപ് ഇടപെടുന്നു. പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ രൂപത്തിൽ തിരിച്ചടിച്ചിട്ടും പാകിസ്ഥാൻ നിരപരാധികളായ ആളുകളെ കൊന്നു. അതേപോലെ വീരമൃത്യു മരിക്കേണ്ടി വന്നു നമ്മുടെ പട്ടാളക്കാർക്ക്, ചിലർക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാന് യാതൊരു പേടിയും ഇല്ലാത്ത രൂപമാണ് കാണിക്കുന്നത്. ഇത് ഇന്ത്യ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവരെ പൂർണ്ണമായ അറിവോട് കൂടിയിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തിയത്. പാകിസ്ഥാൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഭീകരർ ഇങ്ങനെ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് മാരാർ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇത് ശരിക്കും ശക്തമായി തിരിച്ചടിക്കേണ്ടതാണ്. ഇന്ത്യയിലെ പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ അടിക്കുമ്പോൾ, ഇങ്ങനെ കൊല്ലുമ്പോൾ തീർച്ചയായും തിരിച്ചടിക്കേണ്ടതാണ്. IPL അടക്കമുള്ള മത്സരങ്ങളടക്കം നിർത്തിവെക്കേണ്ടി വന്നു. ഇതെല്ലാം അന്ന് പറഞ്ഞതാണ്, ഇന്നല്ല. ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ പറഞ്ഞപ്പോൾ ഉണ്ടായുള്ള സംഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ആക്ഷേപിച്ചോ അതേ ആക്ഷേപം ഇന്ന് നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് ചിന്തിക്കണം. ഇന്നലെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. യുദ്ധം ലോകത്താരും പറയത്തില്ല. പക്ഷെ എവിടെയാണ് യുദ്ധം അനിവാര്യമായി മാറുന്നത്?
ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനും ആ രാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനും കോട്ടം തട്ടുമ്പോൾ ഒരു രാജ്യത്ത് ജീവിക്കാൻ ഒരു പൗരന് കഴിയാത്ത ഒരു അവസ്ഥ മറ്റൊരു രാജ്യം ഉണ്ടാക്കുമ്പോൾ ആ എതിർ രാജ്യത്തെ നിലയ്ക്ക് നിർത്താൻ ഈ രാജ്യത്തിന് കഴിയാതെ വന്നാൽ നാളെ അടിക്കുന്ന സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണം. ഇന്ത്യയിലെ 40 സൈനികരെ ഒരു നിമിഷം കൊന്നിട്ടും ഇന്ത്യയിലെ 27 സാധാരണക്കാരനെ കൊന്നിട്ടും തിരിച്ചു വീണ്ടും അവൻ അടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അടി ഇല്ലാതാക്കാൻ അമേരിക്ക പറയുകയല്ല ചെയ്യേണ്ടത്. അവൻ അടിക്കണോ വേണ്ടയോ എന്ന് അവനെ ചിന്തിപ്പിക്കണം. 100 പ്രാവശ്യം ചിന്തിപ്പിക്കണം. ഇന്ത്യ പോലൊരു രാജ്യത്തെ കയറി തുടരണമെന്ന് അവൻ 100 പ്രാവശ്യം ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പവർഫുള്ളായി മാറുന്നത്. അതായത് അമേരിക്ക പറഞ്ഞിട്ട് നിർത്തുകയല്ല വേണ്ടത്. ഇത്രയധികം ഇന്ത്യയിലെ പൗരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാക്കുന്ന ഒരു രാജ്യത്തെ അതിന് തക്കതായ മറുപടി കൊടുത്ത് അവരെ ചിന്തിപ്പിക്കണം. ഇനി മേലിൽ ഇന്ത്യക്കെതിരെ തൊടാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്ത്യക്കെതിരെ രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഇന്ത്യയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ്, ഇന്ത്യയുടെ അഖണ്ഡതയെക്കുറിച്ചാണ്, ഇന്ത്യയുടെ പരമാധികാരത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അമേരിക്ക ഇന്ത്യയുടെ പരമാധികാരത്തിൽ കൈകടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായുള്ള വാദം. അല്ലാതെ ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അല്ലാതെ ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരെ, ഇന്ത്യയുടെ സുരക്ഷയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ കൊന്നപ്പോൾ, പട്ടാളക്കാരെ കൊന്നപ്പോൾ, 40ഓളം പട്ടാളക്കാരെ മുമ്പ് കൊന്നപ്പോൾ അതിന് തിരിച്ച് അടി പോരാ എന്ന് ശക്തമായിട്ട് പറയുകയാണ് മാരാറ്. നിരന്തരം ഇന്ത്യയെ കയറി അടിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടെ പവർഫുള്ളാണെന്ന് പറഞ്ഞ് റീൽ ഉണ്ടാക്കിയിടുകയല്ല വേണ്ടത്. എനിക്ക് എന്റെ രാജ്യത്തോടാണ് സ്നേഹം, നരേന്ദ്രമോദിയോടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനാണ് എന്നെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. എനിക്ക് നരേന്ദ്രമോദിയോടോ RSSനോടോ BJPയോടോ യാതൊരു വിധത്തിലുള്ള താല്പര്യവും കാണിക്കേണ്ട കാര്യമില്ല. എന്റെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്നൊരുത്തനാണെന്നുണ്ടെങ്കിലും ഈ രാജ്യത്ത് നിന്നുള്ള ഒരുവനാണെന്നുണ്ടെങ്കിലും ആ വിഷയത്തിൽ അഭിമാനത്തോട് തന്നെ എനിക്ക് സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് വേറൊരു രാജ്യം ഇടപെട്ടത് കൊണ്ട് തന്നെയാണ്, വേറൊരു രാജ്യത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ തീരുമാനം എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മന്ദബുദ്ധികളായ സംഖ്യകൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയമാണെന്നും നിങ്ങളുടെ ദേശസ്നേഹം കപടമാണെന്നും നിങ്ങൾ തിരിച്ചറിയണം. അതായത് അമേരിക്ക ഇന്ത്യയുടെ കാര്യത്തിൽ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറഞ്ഞിട്ട് പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മൂന്നാം രാജ്യം ഇടപെട്ടില്ല എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട്, അതേപോലെ ഇന്ത്യയിലെ മറ്റുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി മോഡിയെ തള്ളി പറഞ്ഞുകൊണ്ട്, മോഡി നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടപെടണ്ട, ഞങ്ങൾക്കറിയാവുന്നത് തീർക്കാൻ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പ്രശ്നമില്ല. ആ സംഭവത്തെക്കുറിച്ചിട്ടാണ് കൃത്യമായി അഖിൽ മാരാർ വിമർശിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ഭരണഘടനാപരമായിട്ട് വിമർശിക്കാനുള്ള അധികാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അതേപോലെ ഭരണാധികാരികളെയൊക്കെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അത് ഇന്ത്യക്കെതിരെയല്ല, ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെയല്ല, ഇന്ത്യയെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ശരിക്കും അഖിൽ മാരാർ ചെയ്യുന്നത്. അല്ലാതെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഒരു കാരണവശാലും അഖിൽ മാരാർ പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ അടിക്കണം, പാകിസ്ഥാൻ ഭീകര രാജ്യമാണ്, അവർ ഇന്ത്യയെ ആവശ്യമില്ലാതെ ആക്രമിക്കുകയാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ് എന്നാണ് അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഈ തീരുമാനം ഇന്നലത്തെ ദിവസം മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ തൊട്ടാൻ തന്നെ തീർത്തുകളയും, നീയൊന്നും രാജ്യത്തുണ്ടാവില്ല എന്ന് ഇവിടുന്ന് ഭീഷണിപ്പെടുത്തിയോ? അല്ലെങ്കിൽ അവനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തോ? പിന്നെ പാകിസ്ഥാൻ വെടിനിർത്തിയത് ഇന്ത്യ തിരിച്ചൊന്നും ചെയ്യാത്തത്. ഇനി വളരെ രസകരമായി ചിന്തിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പെങ്ങളെയും നിങ്ങളുടെ അമ്മയും ഒക്കെ ഒരുത്തൻ ക്രൂരമായി ഉപദ്രവിക്കുകയാണ് നിങ്ങൾ വീട്ടിലല്ലാത്ത സമയത്ത്. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കി അവനെ അടിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നു. നിങ്ങൾ പോയി അവന്റെ 2-3 കൂട്ടത്തിൽ വന്ന 3-4 പേരെ നിങ്ങൾ അടിച്ചു. നിങ്ങൾ അടിച്ചു തിരിച്ചു വീട്ടിൽ വരുന്നതിന് മുന്നേ അവൻ നിങ്ങളുടെ വീട്ടിൽ വീണ്ടും അടിച്ചു. നിങ്ങൾ അവൻ പുറത്തുനിന്ന് വർക്കിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ തടയുന്നുണ്ട്, നിങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ നിർത്തുന്നില്ല, അവൻ നിരന്തരം നിങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അടിച്ചുകൊണ്ടിരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അവൻ പറയുകയാണ്, നിർത്തി, ഇനി നമ്മൾ യാതൊരു പ്രശ്നമില്ല,
ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. അപ്പൊ നമ്മൾ നിങ്ങൾ തിരിച്ചു പറയാണ്, ഞാൻ ഈ പരിപാടി നിർത്തി, ഒരു കുഴപ്പമില്ല, എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും എന്ത് വന്നാലും പ്രശ്നമില്ല, നീ നിർത്തിയ സ്ഥിതിക്ക് ഞാൻ നിർത്തുകയാണ്, നീ സമാധാനമായിട്ട് പോയി ജീവിച്ചോ, നീ നാളെ നിനക്ക് എന്തെങ്കിലും എന്നെ ചൊറിയണമെന്ന് ധൈര്യമായിട്ട് വന്ന് ചൊറിഞ്ഞോ, കാര്യം ഞാൻ ഇവിടെ ഒരുപാട് അന്നത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് കൊല്ലണമെങ്കിൽ ഇവിടെ ധാരാളം മുന്നിട്ട് പോകാം. അതായത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ മറ്റൊരാൾ വന്നിട്ട് അവിടെ ആക്രമണം നടത്തുന്നു, സ്വന്തം ബന്ധുക്കളെ ആക്രമിക്കുന്നു. ആ സമയത്ത് അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? അവരെ ആക്രമിച്ച ആൾക്കാരെ നമ്മൾ തിരിച്ചടിച്ച് നശിപ്പിച്ച് കളയും. അത് സ്വാഭാവികമുള്ള പരിണാമമാണ്, അത് സുരക്ഷയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ സാധാരണക്കാരെ വെടിവെച്ച് കൊന്ന് ഭീകരർക്കെതിരെ നമ്മൾ പോരാടിയപ്പോൾ പാകിസ്ഥാൻ അവർക്കെല്ലാം സംരക്ഷണം കൊടുത്തത് മാത്രമല്ല, അവർക്ക് ആദരവ് കൊടുത്തത് മാത്രമല്ല, ഇന്ത്യയെ നിരന്തരമായി പാവപ്പെട്ട ആളുകളെ, സിവിലിയൻസിനെ ആക്രമിച്ചു. എന്നിട്ട് ഒരു ദിവസം അമേരിക്ക ഇടപെട്ടിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ തീരുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് പേടി വേണം, അവരെ നശിപ്പിച്ച് കളയണം, കൃത്യമായി നശിപ്പിച്ച് കളയണം. എന്നാൽ മാത്രമേ ഇനി മേലിൽ കൈപൊക്കാനുള്ള ഒരു ധൈര്യം പാകിസ്ഥാൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് കൃത്യമായി അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള. അല്ലാതെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെയോ ദേശീയതയ്ക്കെതിരെയോ രാജ്യദ്രോഹപരമായിട്ട് ഒരു വാക്ക് പോലും ഈ വാക്കുകളിൽ ഇല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട്. അദ്ദേഹം നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു എന്നല്ലാതെ BJP വിമർശിക്കുന്നു എന്നല്ലാതെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഞാനിവിടെ ഒരുപാട് അന്നത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് കൊല്ലണമെങ്കിൽ മുന്നോട്ട് പോകാം. സാമാന്യബോധമില്ലാത്ത മന്ദബുദ്ധികളായ സംഘികളുടെ രാജ്യസ്നേഹം ഫേക്കാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിക്കുക, എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഇത്രയും പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, എന്തടിസ്ഥാനത്തിലാണ് അമേരിക്ക പോലൊരു രാജ്യം ഇടപെട്ടപ്പോൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാതെ, വ്യക്തമായ ഒരു ധാരണ എന്ന് പറയുമ്പോൾ ഒന്നിനും നമ്മൾ POK തിരിച്ചു പിടിച്ചിട്ട് പാകിസ്ഥാൻ പറയണം, ഇനി ചൊറിഞ്ഞാൽ ഓക്കെ, നമുക്ക് അഭിമാനിക്കാം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനൊരു സംഭവത്തിൽ നമുക്ക് POK തിരിച്ചു പിടിച്ചു. അത് ഇന്ത്യയുടെ ഒരു വിജയമാണ്. ഏത് പോയിന്റിലാണ് നമുക്കിവിടെ നമ്മുടെ വിജയം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാമോ? കേന്ദ്രം തകർത്തു എന്ന് പറയുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിജയം പാകിസ്ഥാന്റെ അല്ലേ എന്നതല്ലേ പരമമായ യാഥാർത്ഥ്യം. ഇന്ത്യയുടെ മണ്ണിൽ കയറി 27 സാധാരണക്കാരനെ കൊന്നു. അവൻ ആലോചിക്കണം, നമ്മൾ ഈ സുരക്ഷാ വ്യക്തിയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ആ സമയത്ത് എങ്ങനെ വന്നത് ഇതുപോലത്തെ ഇത് കാര്യങ്ങൾ ചെയ്തു, ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ളവർ ഉന്നയിച്ച സമയത്തൊക്കെ തന്നെ ഇന്ത്യ തിരിച്ചെന്ത് ചെയ്യും എന്നതായിരുന്നു നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് അഖിൽ മാരാർ പറയുന്നത് 27 പേരെ ഇന്ത്യൻ മണ്ണിലേക്ക് കയറി വന്ന് ഒരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ ആക്രമിച്ചു. പകരം ഇന്ത്യ അങ്ങോട്ട് കയറി എന്തു ചെയ്തു, കുറച്ച് ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതല്ലാതെ അധിനിവേശ പാകിസ്ഥാൻ POK പിടിച്ചെടുത്ത് ഇന്ത്യയുടേതാക്കിയോ? അതാണല്ലോ ഇന്ത്യ എപ്പോഴും പറയുന്നൊരു കാര്യം. ഇന്ന് നരേന്ദ്രമോദി പറയുന്ന കാര്യവും അതുതന്നെയാണ്. നമ്മൾ പാകിസ്ഥാൻ അധിനിവേശ പ്രദേശം ഇന്ത്യക്ക് വിട്ടുതരണം, അത് പിടിച്ചെടുക്കുക. എന്നിട്ട് ആ 27 പേരെ കൊന്നതിന് പകരമായി ഞങ്ങളുടെ പ്രദേശം പിടിച്ചെടുത്തു, പോട പുല്ലേ എന്ന് പറയണമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു വലിയ തിരിച്ചടി അവർക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാറിൻ്റെ ഒരു സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് ഇന്ത്യ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത്രയും ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ പാകിസ്ഥാന് വേണ്ടിയിട്ടല്ല. പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പേടിയില്ലാത്തതുകൊണ്ടാണെങ്കിൽ അവരെ പേടിപ്പെടുത്തണം. നമ്മളെ അന്യാധീനപ്പെട്ട അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കണം എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ 27 പേരെ കൊന്നു, തിരിച്ച് വീണ്ടും 15 സാധാരണക്കാരനെ കൊന്നു, ഇന്ത്യയിലെ ജവാൻ ഉൾപ്പെടെ നിരവധി പേരെ വീണ്ടും കൊന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അഭിമാനിക്കുന്നതെന്ന് നിങ്ങൾ ഒരു നിമിഷം സ്വയം ചിന്തിച്ചു നോക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിലവിൽ ഈ ഒരു തീരുമാനത്തിനോട് ഒരു രീതിയിലും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് യുദ്ധം അവസാനിപ്പിച്ചതിലല്ല, യുദ്ധം അവസാനിപ്പിച്ച അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയിട്ടില്ല, വെടിനിർത്തൽ അവസാനിപ്പിച്ച ഈ രീതി അമേരിക്ക പോലൊരു രാജ്യം ഇടപെട്ടതിന് ശേഷം, അമേരിക്കൻ പ്രസിഡന്റ് അത് ലോകത്തോട് പറഞ്ഞതിന് ശേഷം മാത്രം ഇവിടെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ ആൾക്കാർ ആദ്യം ഇതൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനൊരു അഭിമാനം ഉണ്ടായിരുന്നു.
ഇത് അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് അറിഞ്ഞത്? അമേരിക്കയുടെ പ്രസിഡന്റ് മുൻകൂട്ടി വല്ല മറ്റേ ഇത് ജോത്സ്യം വല്ലതും പഠിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്താൻ പോവുകയാണെന്ന്. പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്താൻ പോവുകയാണെന്നുള്ള കാര്യം അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് അറിയുന്നത്? അമേരിക്കൻ പ്രസിഡന്റാണ് ഇത് ലോകത്തോട് ആദ്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ വന്നിരുന്ന് പറയുന്നത് ബാഹ്യശക്തികളൊന്നും ഇടപെട്ടിട്ടില്ല, ആരും ഇടപെട്ടിട്ടില്ല, അവരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് നിർത്തി. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഞങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ ജീവിക്കുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഞങ്ങൾ എങ്ങനെ നാളെ കാശ്മീരിൽ പോകുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഞങ്ങൾ എങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏത് രീതിയിൽ വിശ്വസിക്കുമെന്ന് തിരിച്ച് ചോദിക്കും. അത് ഇത്രയും പറയാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഭാരതീയനാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? താങ്ക് യു. ഇതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഇന്ത്യ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അമേരിക്ക എങ്ങനെ പ്രഖ്യാപിച്ചു, ട്രംപ് എങ്ങനെ ഇതിൽ പ്രഖ്യാപിച്ചു, ട്രംപ് അങ്ങനെ പ്രഖ്യാപിച്ച ശേഷമാണ് പാകിസ്ഥാനും ഇന്ത്യയും പിന്നീട് പ്രഖ്യാപിക്കുന്നത്. അതിനർത്ഥം അവരിടപെട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതൊരിക്കലും ശരിയല്ല എന്നാണ്. അത് ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ള കൈകടത്തലാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അതൊട്ടും അനുവദിക്കാൻ പറ്റില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതൊട്ടും അനുവദിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ദേശീയത ഉണർത്തിക്കൊണ്ട്, ഇന്ത്യയുടെ പരമാധികാരം ഉണർത്തിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ വികാരപ്രകടനമാണ്. നമുക്കറിയാം കൃത്യമായി ഇന്ത്യ പണി കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് പിന്നീടാണ് കുറേ കാര്യങ്ങൾ പുറത്തു വന്നത്. ഇന്ത്യ കൃത്യമായി പാകിസ്ഥാന് പണി കൊടുത്തിട്ടുണ്ട്. എന്താണ് പണി കൊടുത്തിട്ടുള്ളത്? കൃത്യമായി കയറി അടിച്ചിട്ടുണ്ട്. അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്. കിരാന ഹിൽസിൽ അവർക്ക് ആണവ കേന്ദ്രത്തിലേക്ക് കടക്കുന്ന എൻട്രൻസ് തകർത്ത് കളഞ്ഞു. മണ്ണിട്ട് മൂടിക്കളഞ്ഞ് ആ കുന്ന് താഴേക്കിടിഞ്ഞ് പതിഞ്ഞ് വീഴുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേപോലെ വിമാനത്താവളങ്ങൾ ആക്രമിച്ച് അവർക്ക് ഇനി 10-14 വിമാനത്താവളങ്ങൾ അവരുടെ 1/5 ഭാഗം തകർത്ത് കളഞ്ഞു. വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഇന്ത്യയിൽ ഒരു വിമാനവും നഷ്ടപ്പെട്ടില്ല. പക്ഷെ അവർക്ക് എത്രയോ വിമാനങ്ങളും 50ഓളം വ്യോമ സൈനികരും കൊല്ലപ്പെട്ടു. മാത്രമല്ല അവരുടെ എല്ലാ മിസൈലുകളും, അവരുടെ എല്ലാ ഡ്രോണുകളും, അവരുടെ എല്ലാ യുദ്ധവിമാനങ്ങളും വെടിവെച്ച് വീഴ്ത്തി. ഇത് വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പകരം മറ്റൊരു കാര്യം കൂടി ഇന്ത്യ ചെയ്തിട്ടുണ്ട്. സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയിട്ടുണ്ട്. അത് വലിയ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല. അതാണ് ശരിക്കുള്ള തിരിച്ചടി ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. ആ സിന്ധു നദി ജല കരാർ രണ്ടാമത് പുനഃസ്ഥാപിക്കണമെങ്കിൽ നമ്മളെ ജമ്മു കാശ്മീർ അധിനിവേശ പ്രദേശം വിട്ടുതരണമെന്ന് ഇന്ത്യ പറഞ്ഞുകൊണ്ടൊരു വ്യവസ്ഥ വെച്ചാൽ ചിലപ്പോൾ പാകിസ്ഥാൻ അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആ രൂപത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ 2 ദിവസങ്ങളിൽ ഇന്ത്യ പുറത്തുവിട്ട സൈനിക ഈ അഖിൽ മാരാരുടെ ഈ കാര്യങ്ങൾ പുറത്തു വന്ന ശേഷം, അതിനുശേഷം ഇന്ത്യയിലെ സൈനിക മേധാവികൾ നടത്തിയ പത്രസമ്മേളനത്തിൽ കൃത്യമായ രേഖാമൂലം പാകിസ്ഥാനെ നശിപ്പിച്ചതിൻ്റെ കൃത്യമായ രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ പടക്കപ്പലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് അയച്ച മിസൈലുകൾ, ബ്രഹ്മോസ് മിസൈലുകളും ഡ്രോണുകളിലും അവിടെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സിവിലിയനെയും ഇന്ത്യ കൊന്നിട്ടില്ല. അപ്പോൾ തിരിച്ചടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് കൃത്യമായി ചെയ്താൽ ഈ പറയുന്ന, അതായത് നമ്മുടെ അഖിൽ മാരാർ പറയുന്ന കാര്യം കൂടി ക്ലിയർ ആവും. ഇന്ത്യ കൃത്യമായി ട്രംപിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, എടാ ട്രംപേ, ഞങ്ങളോട് ഇങ്ങോട്ട് വിട്ടുവീഴ്ചയ്ക്ക് ഇങ്ങോട്ട് കയറാൻ വരണ്ട. ഇവിടെയാണ് PC ജോർജ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. എടാ ട്രംപേ, റാസ്കലെ, തെണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മാത്രം മതി ഇതിനുള്ള ഉത്തരം. ഇന്ത്യക്ക് അപമാനമൊന്നും ട്രംപിന് അപമാനം. ആ റാസ്കലിനെ ആര് മൈൻഡ് ചെയ്യാൻ? അവന്റെ കച്ചവട താല്പര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, ചൈനയും പാകിസ്ഥാൻ ഉപയോഗിക്കാൻ വേണ്ടി ആ റാസ്കൽ ഇറങ്ങി തിരിച്ചിരിക്കുക. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവന്റെ ഒന്നും ഔദാര്യം ആവശ്യമില്ല. ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് അവന്റെ ഔദാര്യം വേണ്ട. അയ്യോ, അവൻ ആര്? അവൻ ഇന്ത്യക്കാരും നമ്മളെ വെച്ചിട്ട് അവനെ ഇവിടെ റാസ്കലാണ്. അവന്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് ഇവിടെ അറിയണ്ടെന്ന് ഇന്ത്യയിൽ ജനം പറയും. വൃത്തികെട്ടവൻ. അവന്റെ ഔദാര്യം വേണോ നമുക്ക്? നമ്മളിവിടെ ആരുമായിട്ട് ചർച്ചയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. അവന്റെ ഉദ്ദേശം തന്നെ കാശ്മീർ ഒരു പ്രശ്നമാക്കി മാറ്റാമെന്ന് അവൻ നോക്കുന്നത്. അവന്റെ ജീവിതകാലം മുഴുവൻ അമേരിക്ക പട്ടാള കച്ചവടം, നമ്മുടെ ആയുധ കച്ചവടം നടത്താമെന്ന് നോക്കുക. വൃത്തികെട്ടവൻ. അവന്റെ വ്യാപാര മനസ്സാ. റാസ്കലാണ് അവൻ. അവനെ ഞങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ജനം മൈൻഡ് ചെയ്യില്ല, ഒരു സംശയം വേണ്ട. മോദി മാന്യനായതുകൊണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാ അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്,
കാശ്മീർ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പം എടാ റാസ്കലെ നിന്റെ ഔദാര്യം ഇല്ലെന്ന് അതിനർത്ഥം. അതെല്ലാം പേര് വെച്ച് പറഞ്ഞ് നിർബന്ധം പിടിക്കാതെ, അതാണ് എനിക്ക് പറയാനുള്ളത്.